4 ദിനം കഴിഞ്ഞാൽ ഹാജിമാർ മിനായിലേക്ക് നീങ്ങും. 18,000-ലേറെ വരുന്ന മലയാളി ഹാജിമാരെല്ലാവരും മിനായിലേക്ക് പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണ്. കനത്ത ചൂടിലാണ് ഇത്തവണയും ഹജ്ജ് കാലം. ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണം ഹാജിമാരാണ് ഇത്തവണ കേരളത്തിൽ നിന്നും ഹജ്ജിനായി എത്തുന്നത്. 18,000-ന് മുകളിൽ ഹാജിമാർ കേരള ഹജ്ജ് കമ്മിറ്റിയിൽ നിന്ന് തന്നെ ഇത്തവണ ഹജ്ജിനായി എത്തുന്നുണ്ട്. ഇതിൽ 3,600-ഓളം പേർ മഹറമില്ലാത്ത കാറ്റഗറിയിലുള്ളവരാണ്. ഇതും ചരിത്രത്തിൽ ആദ്യമാണ്. ഇന്ത്യയിൽ നിന്നും തന്നെ ഇത്തരത്തിൽ ഹജ്ജിനെത്തുന്നവർ ആകെ 5,000 പേരെയുള്ളൂ. അതിൽ ഭൂരിഭാഗവും കേരളത്തിൽ നിന്നും ഉള്ളവരാണ്. റെഡിയായിട്ട് അങ്ങോട്ട് പോകുന്നപ്പോൾ തന്നെ റെഡിയായിട്ടാണ് പോകുന്നത്. ഇവിടെ വരുമ്പോൾ ചെറിയൊരു പരിഭ്രാന്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒക്കെ റെഡിയായി. ആദ്യമായിട്ട് വരില്ലേ. കർമ്മങ്ങളൊക്കെ നല്ല നേരാൻ വണ്ണം ചെയ്യാൻ ആരോഗ്യ ഇതൊക്കെ ആഫിയത്തൊക്കെ ഉണ്ടാവണം എന്നുള്ളൊരു വേറെ ഒന്നുമില്ല. പിന്നെ അള്ളാഹിൻ്റെ സഹായം ഉണ്ടാവും. പിന്നെ വളണ്ടിയർമാരൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. മഹറമില്ലാത്ത കാറ്റഗറിയിൽ എത്തുന്നവർക്ക് സേവനത്തിന് 18 വനിതാ വളണ്ടിയർമാരും ഉണ്ട്. കേരളത്തിലെ പോലീസ്, ഹെൽത്ത്, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ ഗവൺമെൻറ് തസ്തികകളിൽ ജോലി ചെയ്യുന്നവരാണ് ഈ വളണ്ടിയർമാർ. ഇത്തരത്തിലെത്തിയ വനിതാ ഹാജിമാർക്ക് വ്യത്യസ്തമാണ് മക്കയിലെ സൗകര്യങ്ങൾ. ബസ്സുകൾ, താമസ കേന്ദ്രങ്ങൾ, ഹോസ്പിറ്റൽ, ഡിസ്പെൻസറി, മിന, അറഫ ടെൻറ്റുകൾ എല്ലാം ഇവർക്ക് പ്രത്യേകമായിരിക്കും. സുരക്ഷയൊരുക്കാൻ പ്രത്യേക സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉണ്ടാകും. ധൈര്യം ഉണ്ടായിട്ടല്ലേ ഞങ്ങൾ പെണ്ണുങ്ങൾ 3 ഒന്നിച്ച് ഇറങ്ങി തിരിച്ചത്. പിന്നെ ഞങ്ങൾക്ക് വളണ്ടിയർമാരുള്ളതും പെണ്ണുങ്ങളാണ്. ഒരു പോലീസിലുള്ള ആളാണ് ഞങ്ങളെ പിന്നെ കാദിമുൽ ജാജ് മുനീറ എന്ന് പറയും. അവർ എല്ലാ നിർദ്ദേശങ്ങളായിട്ട് എന്നും റൂമിൽ വന്ന് അന്വേഷിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ശരീരമൊക്കെ നല്ല ശ്രദ്ധിക്കാനാണ് അവർ പറയുന്നത്. റെസ്റ്റ് എടുത്ത് റൂമിലിരിക്കുക, അത്യാവശ്യത്തിന് മാത്രം പുറത്തിറങ്ങിയാൽ മതി. പിന്നിപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് പരിചയമായിട്ടില്ലല്ലോ, അതുകൊണ്ട് ഹജ്ജിൻ്റെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് അവർ പറയുന്നത്. മറ്റുള്ള ഞങ്ങൾ ഹറമിലൊക്കെ പോകുന്നുണ്ട്. ഹാജിമാർക്കുള്ള ബലികൂപ്പൺ വിതരണം, മിന, അറഫ താമസ കേന്ദ്രങ്ങളിലേക്കുള്ള കൂപ്പൺ വിതരണം എന്നിവയെല്ലാം വരും ദിവസങ്ങളിൽ വിതരണം ചെയ്യും. മഷായർ മെട്രോ സൗകര്യങ്ങൾ ലഭിക്കുന്നവർക്കുള്ള ടിക്കറ്റുകളും വിതരണം ചെയ്യും. 90 ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് ഖാത്തിമുൽ ഹുജ്ജാജ് എന്ന പേരിൽ ഹാജിമാരെ അനുഗമിച്ച് സേവനത്തിനായി ഹജ്ജിന് എത്തിയിട്ടുള്ളത്. ഇവരാണ് ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളിലും ഹാജിമാർക്ക് തുണയാവുക. ഇവർ മുഖേനയായിരിക്കും ടിക്കറ്റുകളും കാർഡുകളുമെല്ലാം വിതരണം ചെയ്യുക. നമ്മൾ വന്നതിന് ശേഷം ഹജ്ജിനുള്ള ഒരുക്കങ്ങളാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇന്നു മുതൽ അതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടക്കം ഇബാദത്തുകൾ, ഈ 7-8 ദിവസത്തിലെ ഇബാദത്താണ് പ്രധാനപ്പെട്ട വിഷയം. അത് കഴിഞ്ഞിട്ട് പ്രവർത്തനങ്ങളാണ്. അതിനുവേണ്ട ഒത്താശകളെല്ലാം നമ്മുടെ വാളണ്ടിയേഴ്സ് തരുന്നതുണ്ട്. അവരുടെ അകമറിഞ്ഞ സഹായം നമുക്ക് എപ്പോഴും ഉള്ളതുകൊണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ഇത്തവണ പ്രത്യേകമായി ഒരുക്കുന്ന നുസൂക്ക് കാർഡ് മലയാളി ഹാജിമാരിൽ ഭൂരിഭാഗത്തിനും ലഭിച്ചു കഴിഞ്ഞു. മിന മൂവ്മെന്റ് എന്ന പേരിൽ ഓരോ ഹജ്ജ് ബിൽഡിങ്ങിലും ക്ലാസുകൾ നടക്കുന്നുണ്ട്. അതായത് മിനായിലേക്ക് പുറപ്പെടുന്നത് മുതൽ ഓരോ ഹാജിയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹാജിമാർക്കായി പറഞ്ഞു കൊടുക്കുകയാണ് ഇത്. ഇതാണിപ്പോൾ മലയാളി ഹാജിമാർ തങ്ങുന്ന അസീസിയയിലെ പ്രധാനപ്പെട്ട കാര്യം. വരും ദിവസങ്ങളിൽ ഹജ്ജിൻ്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കി ഹാജിമാർ മിനായിലേക്ക് പുറപ്പെടും. തനിമയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ വളണ്ടിയേഴ്സ് അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, അവർക്ക് ഭക്ഷണങ്ങളായിട്ടും മറ്റുള്ള അവരുടെ സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയും അവർക്ക് ഓരോരോ സഹായങ്ങൾ, സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഹാദിമുൽ ഹുജ്ജാജ് അവർക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. ഇനി വരുന്ന ഹജ്ജ്, അറഫ, മിന പോലെ അവിടെ നിന്നൊക്കെ ഏതൊക്കെ രീതിയിലാണ് അവർ പ്രിപ്പയർ ചെയ്യേണ്ടത്, അവിടെ എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത്, അവർക്കുള്ള സൗകര്യങ്ങൾ, ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ, മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവർ നിർദ്ദേശങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട്. നാളെ മുതൽ 1-2 ദിവസം തുടർച്ചയായിട്ട് അവർക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഹാജിമാർക്ക് വേണ്ടിയിട്ടുള്ള. അവിടെ വെച്ചുകൊണ്ട് അവർക്ക് ഇനിയുള്ള മിനയിലും അറഫയിലൊക്കെ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെ അവിടെ വെച്ച് അവർക്ക് ക്ലാസ്സായിട്ട് കൊടുക്കും. നിരവധി ഹാജിമാരാണ് പല കാരണങ്ങളാൽ മക്കയിലെ വിവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ചികിത്സയിൽ കഴിയുന്നത്. ഇവരെ അറഫാ ദിനത്തിൽ അവിടെ എത്തിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങളും ഒരുക്കും. 5-8 വർഷത്തെ ആഗ്രഹങ്ങൾ കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിപ്പെട്ടത്.
ഇൻഷാ അല്ലാ നമ്മൾ വിത്തൗട്ട് മഹറത്തിലാണ് ഞാൻ എത്തിയത്. വിത്തൗട്ട് മഹറത്തിൽ എത്തിയത് തന്നെ നല്ല സ്വീകരണമായിരുന്നു നമുക്ക് കിട്ടിയത്. എല്ലാ നമുക്ക് വാളണ്ടിയേഴ്സിൻ്റെ ആണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളിലും നല്ല സ്വീകരണമുണ്ട്. നമ്മൾ മിനായിലേക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹജ്ജ് മക്ബൂലും മബ്രൂറും ആവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ അള്ളാഹുലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹറമിലാണെങ്കിൽ നല്ല തിരക്കാണ്. സ്വകാര്യ ഗ്രൂപ്പിൽ എത്തിയ മിക്ക ഹാജിമാരും മദീന സന്ദർശനം പൂർത്തിയാക്കിയാണ് ഹജ്ജിന് എത്തുന്നത്. ദുൽഹജ്ജ് 5-6 ദിവസങ്ങളിൽ ഇവർ പൂർണ്ണമായും മക്കയിൽ തിരിച്ചെത്തും. ഇഹ്റാമിലെത്തുന്ന തീർത്ഥാടകർ നേരിട്ടാകും ഹജ്ജിലേക്ക് പ്രവേശിക്കുക. മലയാളി ഹാജിമാർക്ക് വിവിധ സന്നദ്ധ സംഘടനകൾ സേവനം നടത്തിവരുന്നുണ്ട്. ഇവരുടെ സേവനം അറഫയിലും മിനായിലും ലഭിക്കുന്നത് തീർത്ഥാടകർക്ക് വലിയ ആശ്വാസമാകും. ഞങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് ഞങ്ങളിപ്പോൾ ശ്രദ്ധിക്കുന്നത് മലയാളി ഹാജിമാർക്ക് വേണ്ടിയിട്ട് അവർ ഹജ്ജിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വളണ്ടിയേഴ്സ് എല്ലാവരും പ്രത്യേകിച്ച് മുഹറമില്ലാതെ വന്ന വനിതാ ഹാജിമാർക്ക് വേണ്ടിയിട്ട് അവരുടെ റൂമിൽ പോയി അവർക്ക് ഓരോ ഗ്രൂപ്പായിട്ട് ഞങ്ങൾ അവരുടെ റൂമിൽ പോയിട്ട് അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഞങ്ങൾ നൽകാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ നല്ല ചൂടാണ്. ഈ ചൂടിൽ അവരെ എങ്ങനെ പ്രതിരോധിക്കണമെന്നുള്ളതും ഹജ്ജിന് വേണ്ട ഒരുക്കങ്ങൾ എങ്ങനെയാണെന്നും ഒരുപാട് പേര് വളരെ പേടി ഒരു പരിഭ്രമം എല്ലാം ഉണ്ട്. കാരണം പ്രത്യേകിച്ച് അവർക്ക് പ്രായമായ കൂടുതൽ ഹാജിമാർ ഇപ്രാവശ്യമുണ്ട്. അവർക്ക് വേണ്ട നിർദ്ദേശം ഞങ്ങൾ പ്രത്യേകം കൊടുക്കാറുണ്ട്. എന്നാൽ ഇത്തവണ ശക്തമായ പരിശോധന മക്ക പരിധിയിൽ ഉണ്ട്. ഇതിനാൽ തന്നെ സന്നദ്ധ സേവകരുടെ പ്രവർത്തനങ്ങളും ആശങ്കയിലാണ്. ഇത് പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷ. ഹജ്ജിലേക്ക് ഇനി ഒരാഴ്ചയിൽ താഴെ ദിവസങ്ങളെ ബാക്കിയുള്ളൂ. അതിലേക്കുള്ള ഒരുക്കത്തിലാണ് ഓരോ ഹാജിയും.